ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗൻ അവളെ എവിടെ കൊണ്ടാക്കിയോ അവിടെ ഉണ്ടവള്. ജഗൻ ഇത്രയും നാള് ദീമോളോട് കാണിച്ചതൊക്കെ അഭിനയായിരുന്നല്ലേ? അഭിനയോ? എന്തൊക്കെയാ വന്ദന നീ പറയുന്നേ? ഒന്നും അറിയാത്തൊരു മാന്യൻ. ആ പാവം കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ട് തള്ളിയ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഛേ, ഓർഫനേജിലോ? ഞാനോ? വന്ദനെ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോള് ഓർഫനേജിൽ ഞാൻ കൊണ്ടാക്കാനോ? ദേ, പറയുന്നതിനൊക്കെ ഒരു പരിധി വേണം. നിന്റെ അഭിനയൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ദീമോളെ ഒഴിവാക്കി എന്റെ കൂടെ സുഖിച്ച് കഴിയാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ വന്ദനയ്ക്ക് ദീമോളില്ലാത്ത ഒരു ജീവിതവും വേണ്ട. വന്ദനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിലേക്ക് ഈ കാലത്ത് കയറി വന്ന ഒരു അതിഥിയല്ല ദീമോള്. നിന്നോടൊപ്പം കയറി വന്ന കുഞ്ഞാ, എന്റെ സ്വന്തം മോള്. എന്നിട്ടാണ് ആ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടുവിട്ടത്. വന്ദനെ, ദേ വേണ്ട. ഞാൻ മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ ഇപ്പൊ വിളിച്ചു പറയുന്നേ. എന്താ ഉണ്ടായെന്ന് നീ എന്നോട് പറയേ. അത് കേക്കണോ? ചേട്ടാ, അവിടെ നിന്ന് നിർത്ത്. വന്ദനെ, നീ ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പോലും അല്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. വന്ദനെ, വന്ദനെ, ജഗ, ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനാ ഞാൻ അത്യാവശ്യമായിട്ട് വന്നത്. എന്താ സുചിത്രേച്ചി? അത് പ്രകാശേട്ടന് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നതും ഓർഫനേജിന്റെ കാര്യം എന്തൊക്കെയോ പറയുന്നതും കേട്ടു. അത് പ്രകാശേട്ടൻ എന്റെ കൂടെ ഓർഫനേജിലേക്ക് വന്ന കാര്യമായിരിക്കും പറഞ്ഞത്. അല്ല വന്ദനെ, നിന്നെയും ജഗനെയും തമ്മിൽ പിരിക്കണമെന്നോ അങ്ങനെ മറ്റെന്തൊക്കെയോ പറഞ്ഞു. എനിക്കെന്തോ പേടി തോന്നുന്നു. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. വന്ദന, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? വാ, നമുക്ക് ആ ഓർഫനേജ് വരെ ഒന്ന് പോയിട്ട് വരാം. അതാ നല്ലതെന്ന് തോന്നുന്നു. സുചിത്രേച്ചിയും കൂടെ വാ. സുചിത്രേ, ഇവളിത് എവിടെ പോയി കിടക്ക? സുചിത്രേ, ഈ വീട് മുഴുവൻ ഞാൻ അരിച്ചു പറക്കി. ചന്തയിലോ മറ്റോ പോയതായിരിക്കോ? ഓ, ഇങ്ങനെ ഡോറ് തുറന്നിട്ട് പോവോ? ഉറപ്പായിരിക്കും. ഇങ്ങേർക്ക് എനിക്ക് അടി വാങ്ങി തന്നിട്ട് മതിയായില്ലേ? ഓ, വന്ദന, ഇവളെന്തിനാ വിളിക്കുന്നത്? മോളെ, പ്രകാശേട്ടൻ ഇപ്പോ മോളുടെ കാര്യം ചിന്തിച്ചതേ ഉള്ളൂ. മോളിപ്പോ എവിടെയാ? ഞാനിപ്പോ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ആ, ഓർഫനേജിൽ നിന്ന് വിളിച്ചിരുന്നു. നമ്മൾ ആരെങ്കിലും ചെന്ന് ഒരു ഒപ്പ് കൂടി ഇട്ടു കൊടുക്കണം. മോളെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ജഗൻ നിന്നോട് ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് ആ രാഖിയോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? രാഖി ഒന്നുമില്ലെങ്കിലും അവൾ അപ്പച്ചിയല്ലേ? ഓർഫനേജിൽ താമസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാവില്ലേ? അതൊന്നും ആലോചിക്കാനുള്ളൊരവസ്ഥയിലല്ല ഏട്ടാ ഞാൻ. ഏട്ടനും പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മനോജിനെ വിളിച്ചു പറയാം. ദീമോൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോന്നറിയാനും ആ പേപ്പറിൽ ഒപ്പിടാനും വേണ്ടിയാ വിളിക്കുന്നത്. ജഗനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലത്ര. മോളെ, നമ്മുടെ ദിയമുള്ള കാര്യമല്ലേ, ഏട്ടൻ പോവാ. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങാൻ പോവാ.
ഇതിന്റെ കാര്യത്തിനായി ഇനി നീ ആരെയും വിളിക്കണ്ട. ശരി. മതി, ആള് വരട്ടെ. ഇവളത് എവിടെ പോയി കിടക്ക? എന്താ ചന്ദ്രു മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മാധവേട്ട. ഓ, ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാകുമല്ലേ? ചില ജ്യോത്സ്യന്മാര് പറഞ്ഞ അച്ചട്ട. ആ ജ്യോത്സ്യൻ വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അപമൃത്യു നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും എന്റേതാകാനാ സാധ്യത. ഏ? വേണ്ട മാധവേട്ട, അടുത്താത്തതൊന്നും പറയല്ലേ. എന്റെ മാധവേട്ടന് ദൈവം ഒരു ആപത്തും വരുത്തില്ല. എന്റെ ചന്ദ്രു, ദേ നോക്ക്, ഇനി ഒരു പക്ഷേ ദൈവം സാക്ഷാൽ കാലന് കയറും കൊടുത്ത് വിട്ടാ പോലും എന്റെ ചന്ദ്രുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ സൗകര്യമില്ലെന്ന് ഞാൻ പറയും. കാലന്റെ കളി നമ്മളോടാ. എന്റെ ചന്ദ്രുവിനെ വിട്ട് ഈ മാധവൻ എങ്ങോട്ടുമില്ല. ഞാൻ വിചാരിച്ച എല്ലാം തീർന്നെന്ന്. എന്തേലും പറ്റിയോ സാറേ? ഇല്ല. ചന്ദ്രു, അല്ല, ജ്യോത്സ്യം പറഞ്ഞത് ഫലിക്കുന്നതിന്റെ സൂചനയാണോ ഇതൊക്കെ? മാധവേട്ട വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. റോഡാകുമ്പോ ഇതൊക്കെ പതിവാ അല്ലേടോ? മാധവേട്ടൻ വർക്ക്ഷോപ്പിലേക്കല്ലേ? അല്ല, നേരെ വീട്ടിലേക്ക് പോയാ മതി. ആ ശരി. അതെന്താ മാധവേട്ടൻ വർക്ക്ഷോപ്പിലേക്ക് പോന്നു പറഞ്ഞിട്ട് ഇപ്പൊ തീരുമാനം മാറ്റിയോ? ഇല്ല, അത് ഈ നെഞ്ചിലൊരു ഗ്യാസ് കയറിയതുപോലെ. കുറച്ചു നേരം വീട്ടിൽ ചെന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. മാധവേട്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. വേദന വെച്ചോണ്ടിരിക്കണ്ട. വാ, കാണിക്കാം. കൊള്ളാം, ഇതാ ഞാൻ ഇത്രയും നേരം പറയാതിരുന്നത്. എന്റെ ചന്ദ്രു, എനിക്കൊരു കുഴപ്പവുമില്ല. ഇത് ഗ്യാസ് കയറിയതാ. വീട്ടിൽ ചെന്ന് കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് വിശ്രമിക്കുമ്പോ ഇതൊക്കെ അങ്ങ് പോവും. ആ അനിയ, കുറച്ച് വേഗത്തിൽ പോയിക്കോ. മാനത്തെ കൊട്ടാ